ഇതാണ് അവരുടെ പുതിയ കാറ്. കാരണം ആ സ്ത്രീ അടിച്ച് നശിപ്പിച്ചിട്ടേ ഈ ഗ്ലാസ്സിന് പൊങ്ങത്തില്ല. കണ്ടേ, ഇത് കണ്ടോ? ഇനി അങ്ങനെ ടീച്ചറിന് ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പ് ഞാൻ കണ്ട ഒരു ചെടിച്ചട്ടിയുടെ തലക്കടിച്ച് അപ്പം തന്നെ തലക്കടിച്ച് പൊട്ടിച്ച് അവർ ചോര ഒലിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇത് ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളിത് അറിഞ്ഞത്. വീഡിയോ പലതരത്തിൽ ചാനലിലൂടെയൊക്കെ ഞങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു പുതിയ ഒരു അറിവായിട്ട് തോന്നി. ഞങ്ങൾക്ക് അതിശയം വന്നു, ഞങ്ങളുടെ തന്നെ ടീച്ചറാണോ എന്ന്. അപ്പം ഞങ്ങളിതിന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു ടീച്ചറിനെ പഠിപ്പിക്കാൻ ഇവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ ടെർമിനേറ്റ് ചെയ്ത് ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സിലും എത്തത്തക്ക രീതിയിൽ ഉടൻ തന്നെ ഞങ്ങൾ മെസ്സേജ് ഇട്ട് ഇനി അങ്ങനെ ടീച്ചറിന് ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ വർഷമാണ്. കുട്ടികളോട് വളരെ നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറായിട്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അല്പം പോലും എന്താണെന്ന് അറിയില്ലായിരുന്നു. അതിപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അല്പം ഇടപെട്ട് ഹസ്ബൻഡിനെയൊക്കെ ഇവിടെ പഠിച്ച് ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റുന്ന ഒരാളായിരുന്നു ജെയ്സ്. പക്ഷെ ഞങ്ങളിത് അറിഞ്ഞില്ല, ഇങ്ങനെ അവർ തമ്മിൽ അല്പം ചേർച്ചയുണ്ട് എന്നുള്ളത്. അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെടുകയും വേണ്ട തരത്തിലുള്ള നിർദ്ദേശം എന്തെങ്കിലും കൊടുത്ത് ഇതിൽ നിന്ന് ഒരു പക്ഷേ രക്ഷപ്പെടുത്താൻ മതി. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, നിഗൂഢതയിൽ ഉള്ളൊരു കാര്യമായിരുന്നു ഇത്. നല്ല കണ്ടു. ഞാൻ 2-3 തരം ശരിക്കും ഒരിക്കലും അല്ല. ടീച്ചർ വരും, പുള്ളി അല്പം സീരിയസ് മൈൻഡഡ് ആളാണ്. എങ്കിലും കാലത്ത് നേരത്തെ വരും. 2 കുട്ടികളുണ്ട്, അവരെ ഇവിടെ 2 ക്ലാസ്സിൽ കൊണ്ടിരുത്തും. പുള്ളി ക്ലാസ്സിൽ പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിയുടെ ഇതെല്ലാം കഴിയുമ്പോഴാണ് പോകുന്നത്. കുട്ടികളോട് സീരിയസ് ആയിട്ടൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റായിട്ടുമൊക്കെ പെരുമാറിയാലും പുള്ളി വേറൊരു സൈഡിൽ കുട്ടികളെ കൺസിഡർ ചെയ്യുന്നതും അവരോട് കരുതൽ കാണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ചില സന്ദർഭങ്ങളിലൊക്കെ എന്നോട് വന്ന് ടീച്ചറെ അവർക്ക് ഇത് ചെയ്ത് കൊടുക്കുക, അത് ഞാൻ ചില നോ പറയുമ്പോഴും ടീച്ചർ പറയും സാരമില്ല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുട്ടികളോട് കരുതലും സ്നേഹവും ഉണ്ട് എന്നാണ് ഞാൻ കരുതിയാക്കിയത്. അത് വളരെ മോശമായിപ്പോയി. കുഞ്ഞിന് ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും ചെയ്യിക്കരുതായിരുന്നു. അത് വളരെ നിർദ്ദയമായ ഒരു കാര്യമായിപ്പോയി. എടുത്തിട്ട് ഉടനെ ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു അത് നന്നായിരിക്കുന്നു, ഡിസിഷൻ നല്ല പറഞ്ഞു. 9:30 മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഒരിക്കലും ഇങ്ങനെയുള്ള ടീച്ചറിനെ നമുക്കിവിടെ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എനിക്ക് എൻ്റെ അധികാരികളോട് കൺസൾട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തതിന് ശേഷം ഞാനത് ചെയ്തു. മാധ്യമങ്ങളോട് പറയാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് വന്നില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ PTA പ്രസിഡൻറ്റിനെ വിളിച്ച് PTA പ്രസിഡൻറ്റ് പറഞ്ഞു നമ്മളിപ്പം മെസ്സേജ് നമ്മുടെ കാര്യം ഞങ്ങൾക്ക് കുട്ടികളിൽ നിന്ന് പേരൻസിൽ നിന്നാണ് കോളുകൾ വന്നുകൊണ്ടിരുന്നത്. സിസ്റ്റർ നമ്മുടെ ടീച്ചർ തന്നെയാണോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് വേവലാതി. അപ്പോൾ പെട്ടെന്ന് ആ വേവലാതി അവർക്ക് നിൽക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ പേരൻസ് എല്ലാം അറിഞ്ഞാൽ പിന്നെ ഏകദേശം ആ ലോകം മുഴുവനും അറിയുമല്ലോ. അങ്ങനെ അതുകൊണ്ട് ആ ഒരു തരത്തിലാണ്. പിന്നെ ഏതെങ്കിലും മീഡിയകൾ ഇതുപോലെ ഞങ്ങളെ സമീപിച്ചില്ല, എന്തെങ്കിലും ചോദിക്കാനോ ഒരു ഫർദർ ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചെയ്തില്ല. അപ്പോൾ നിങ്ങളാണിത് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ തരികയാണ്. ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു തെളിവ്. ഇത് ചെയ്തത് നമ്മൾ കണ്ടല്ലോ, വീഡിയോയിലൊക്കെ കണ്ടു. പക്ഷേ അത് നല്ല നടപടിയല്ലെന്ന് പറയുന്നതോടൊപ്പം തന്നെ ടീച്ചറിന് ശിക്ഷ നൽകുക എന്നുള്ളത് തന്നെ ഇപ്പോൾ ഓൾറെഡി ശിക്ഷയായി. കാരണം പോലീസ് കേസ് കിട്ടുക എന്നുള്ളത് തന്നെ ടീച്ചറുടെ ജീവിതത്തിലെ വലിയ മെൻ്റൽ പ്രോബ്ലം, ഒരു ടോർച്ചറാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ശിക്ഷയാണെന്നാണ്. ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. മാനസിക നേരെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇൻസാനിറ്റിയും തോന്നിയിട്ടില്ല. നോർമൽ ടീച്ചറാണ്. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് തേവലക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇത് ഇന്നലെയോ ഇന്നോ ഉണ്ടായ കാര്യങ്ങളല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് നടന്നു വരുന്നൊരു കാര്യമാണ്. ഇത് പലതവണ ഞങ്ങൾ പോലീസ് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ തെളിവുകളുടെ അപര്യാപ്തത കുറവും ഇവർ പരാതിയിൽ ഉറച്ചു നിൽക്കാത്തതും കാരണമാണ് ഇതിപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോയത്. പക്ഷേ കഴിഞ്ഞ തവണ ഈ വീഡിയോ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതാധികാരികളുടെ ഇടപെടൽ മുതൽ അവർക്ക് FIR രജിസ്റ്റർ ചെയ്യുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ഒരു അധ്യാപിക കൂടിയായ അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായത് അവരുടെ വിദ്യാർത്ഥികൾക്ക് പോലും ഒരു സമൂഹത്തിൽ മോശം സന്ദേശം കൊടുക്കുന്ന തരത്തിലേക്കാണ്.
ഈ അമ്മയെന്ന് പറയുമ്പോൾ നിരവധി ഭൂസ്വത്തുക്കൾ ഈ അമ്മയ്ക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ അമ്മയും മകനെ എങ്ങനെയും തീർത്തിട്ട് അവർക്ക് അത് സ്വന്തമാക്കുക എന്നുള്ള ഇൻറ്റൻഷനാണ് ഈ സ്ത്രീക്കുണ്ടായിരുന്നത്. പലപ്പോഴും അത് നമ്മളോട് അവർ പറയുകയും ചെയ്തു, അവനെ ഞാൻ തീർക്കും എന്ന തരത്തിലേക്കാണ് അവർ പറയുന്നത്. പലതവണയും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെക്കുംഭാഗം പോലീസിന് ഇവരെ കൊണ്ടൊരു നിരന്തരം അവർ വിളിച്ച് ശല്യപ്പെടുത്തുകയും ഇത് ചെയ്യുകയും ചെയ്യുകയാണ് നിരന്തരമായി ഈ മഞ്ജു തോമസ്. അങ്ങനെ ഞങ്ങൾ പോലീസിനെ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ചാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് പറ്റാതായി പോകുന്നത് കൃത്യമായ തെളിവില്ല. ഈ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് കൃത്യമായ തെളിവുണ്ടായതും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പ് ഞാൻ കണ്ട ഒരു ചെടിച്ചട്ടിയുടെ തലക്കടിച്ച് അപ്പം തന്നെ തലക്കടിച്ച് പൊട്ടിച്ച് അവർ ചോര ഒലിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ ചവറ തെക്കുംഭാഗം പോലീസിനെ ബന്ധപ്പെട്ട് CA ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തുകയും പെട്ടെന്ന് അമ്മയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന സ്റ്റാൻഡാണ് അമ്മ എടുത്തത്. അത് ഞാൻ ചോദിച്ചു അമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വെറുതെ വിടുകയാണെന്നാണ് അമ്മ പറഞ്ഞുണ്ടായത്.